ഞങ്ങളുടെ 2025 ഓണം സെലിബ്രേഷൻ കണ്ടാലോ? ഈ ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ അഖിലിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം. ഇവിടെ ഈ കാനഡയിൽ ഓണം എന്ന് പറയുന്നത് ഒരു വലിയ സെലിബ്രേഷനാണ്. എല്ലാ മലയാളി കമ്മ്യൂണിറ്റിയിലും ഒരു ഓണം സെലിബ്രേഷൻ എങ്കിലും ഉണ്ടാകും. പിന്നെ നമ്മുടെ കേരള സാരി ഉടുക്കാനും അതുപോലെ തന്നെ ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ കുർത്തയൊക്കെ ഇടാനുള്ള ഒരു അവസരം. ശരിക്കും പറഞ്ഞാൽ നാടിനെ വെല്ലുന്ന ഒരു ഓണപരിപാടിയാണ് ഇവിടെ കാനഡയിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇങ്ങനെയുള്ള ഓണപരിപാടികളിലായിരിക്കും നമ്മൾ പുതിയ ആളുകളെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാൻ ഈ ഓണപരിപാടികൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും 8 നിലയിൽ പൊട്ടിയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പാർട്ടിസിപ്പേഷനാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം. വെൽ ഓർഗനൈസ്ഡ് ആൻഡ് കോർഡിനേറ്റഡ് എന്ന് വേണം ഈ പരിപാടിനെ പറയാൻ. കാരണം ഇത്രയും പേരെ ഒരേപോലെ എൻഗേജ് ചെയ്തുകൊണ്ട് ഇത്രയും ഗെയിംസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വടംവലി തന്നെ ഒരു 6 ടീം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ സെമി ഫൈനലും ഫൈനലും ഒക്കെ ഉണ്ടായിരുന്നു. വടംവലി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഏതാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായി. അപ്പോൾ നേരെ സദ്യയിലേക്ക് അങ്ങ് കടന്നു. 2 കൂട്ടം പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടിയൊരു സദ്യ. പിന്നെ തിരുവാതിര ഇല്ലാണ്ട് നമുക്ക് ഓണമില്ലല്ലോ. നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കളിച്ചൊരു തിരുവാതിര. അതിനോടൊപ്പം തന്നെ തലേ ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കളിച്ച ഞങ്ങളുടെ ഒരു ഡാൻസ്. പിന്നെയും ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുകൊടൽ, ലെമൺ ആൻഡ് സ്പൂൺ റേസ്, ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, മിഠായി പെറുക്കൽ, പിന്നെ ബിസ്ക്കറ്റ് മുഖത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കുന്ന മത്സരം. അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. കുറേ ഡാൻസ് പാട്ടുകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു ഫൺ ഓണം. ഇതിൻ്റെ ഇടയിൽ നാടും വീടും വീട്ടുകാരൊക്കെ മിസ് ചെയ്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് ഓണം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. ഇനി നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പവർ പാക്ഡ് ഓണത്തിൻ്റെ ഒരു ഗ്ലിംസാണ്. വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനി മകളായാൽ